ഈ സിനിമ തിയേറ്ററിൽ സുരയിൽ നിന്ന് കഥ തുടങ്ങുന്നു, സുരയിൽ കഥ അവസാനിക്കുന്നു. അപ്പോൾ ഇത് സിബിക്ക് അറിയാം, ഈ സംഭവം അറിയാം. പക്ഷെ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകൾക്കൊന്നും ഇതിനെപ്പറ്റി മുഴുവനായിട്ട് അറിയണ്ടാവില്ല. സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ റിലീസിൻ്റെ അന്ന് ഇപ്പോൾ 2 ആഴ്ചകൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് പോകുന്നു, കൂട്ടുകാരുണ്ട്, കുടുംബമുണ്ട്, അവരെല്ലാവരും ഇരിക്കുന്നു, ലൈറ്റുകളൊക്കെ അണയുന്നു, തിയേറ്ററിൽ ഇരുട്ട് വരുന്നു, പതുക്കെ പതുക്കെ പ്രകാശം വരുന്നു, LJPയുടെ ബാനർ റോളായി, എല്ലാം റോളായി പതുക്കെ മൂൺ വാക്ക് ആരംഭിക്കുകയാണ്. തിയേറ്ററിൽ ആദ്യമായിട്ട് സിബിയെ തന്നെ കാണുകയാണ്. ആ മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയാ, അതിന് വാക്കുകളില്ല ശരിക്കും പറഞ്ഞ. കാരണം ഒന്ന് സിനിമ ഇറങ്ങാന്ന് തന്നെ ഞങ്ങൾക്ക് അപ്പോഴും അത്ഭുതം തന്നെയാണ്. സിനിമ ഇറങ്ങാന്ന് തന്നെ ഞങ്ങൾക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യമാണോ അല്ലോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു മനസ്സിൽ. ഭയങ്കര ഒരു, കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ സ്വപ്നലോകം തന്നെയാണ്. എനിക്ക് കണ്ടപ്പം തന്നെ ഭയങ്കരമായിട്ട്, എനിക്ക് അപ്പോഴല്ല എനിക്ക് വന്നത്, എനിക്ക് ആ ഒരു സുരയുടെ ആ ഒരു മാറ്റങ്ങൾ കാണുമ്പോഴും നമ്മളിങ്ങനെ സാറിന്റെ ബ്രില്യൻസ് ആണത്. നമ്മളതിൽ ഓരോന്ന് കാണുമ്പോഴും ലാസ്റ്റ് സുര വന്ന് ഇത് ചെയ്യുമ്പോൾ ആ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവർ അതിൽ ജയിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്, അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എനിക്ക് കഥയിലേക്ക് കിടക്കാൻ പറ്റി. ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കഥയിലേക്ക് കിടക്കാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ പടം നന്നായിട്ട് എനിക്ക് വർക്കായി. കാരണം അങ്ങനെ ഒരു ആൾക്കാരുണ്ടായിരുന്നു. ആസ് എ ഡാൻസർ ആയതുകൊണ്ടാണ് എനിക്കൊക്കെ പെട്ടെന്ന് കണക്റ്റഡ് ആവാത്. കാരണം ഡാൻസേഴ്സിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. പണ്ട് കാലത്ത് അനുഭവിച്ചിരുന്ന അല്ല ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുടെ ഒരു ഇൻസ്പിറേഷൻ കഥയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ സിനിമയുടെ ഈ എല്ലാ എൻഡ് ക്രെഡിറ്റ്സ് അവസാനം എഴുതി കഴിഞ്ഞിട്ട് ഈ വീട്ടുകാരും ആളുകളൊക്കെ അടുത്തേക്ക് വരുന്നൊരു, അയ്യോ അതിനും എല്ലാവരുടെയും കണ്ണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, എല്ലാവരുടെയും കണ്ണ്. അത് എനിക്ക് ഈവൻ അമ്മ പോലും ഇങ്ങനെ കരയുന്നൊരു ഒരു വിഷമത്തോടെയാണ് വന്ന്, വിഷമല്ല സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയാണ്, വന്നിട്ട് ഒരു മനസ്സ് നിറഞ്ഞിട്ടാണ് പറയുന്നത് മോനെ അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അത് അനുഭവിച്ചാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അത് എന്താ പറയാ, ഞാൻ സമയത്ത് ഇമോഷനായി പോയി പെട്ടെന്ന്. ഭയങ്കര സന്തോഷമായി. ഈ ലിജോസ് പെല്ലിശ്ശേരി എന്നുള്ള ബാനർ സിനിമയായിട്ട് ചേർന്ന് വന്നത് സിനിമയ്ക്ക് വല്ലാത്തൊരു ബൂസ്റ്റ് മൈലേജ് അല്ലേ കിട്ടിയത്? ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആരെയും ശ്രദ്ധിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം സാറ് ഇത് കണ്ട്, ലിജോ പെല്ലിശ്ശേരി സാറ് കണ്ട് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക്. ആള് പറഞ്ഞു ഇത് ഉറപ്പായിട്ടും പെട്ടി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഇറങ്ങാത്ത പടം ഉണ്ടാവില്ല, ഞാൻ തന്നെ ഇറക്കിത്തരാം, സഹായിക്കാമെന്നുള്ളൊരു ഇതിലാണ്, ആ ഉറപ്പിലാണ് ശരിക്കും പറഞ്ഞ പടം ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റി. ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾ വിചാരിച്ചത് ഒരിക്കലും ഇറങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പടമായിരുന്നു അത്. ഇപ്പോൾ സിനിമയുടെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റൈലുകളും സൂര്യ ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഡാൻസ് ഇതൊക്കെയും അറിയാമായിരുന്നോ സിബിക്ക്? ഇല്ല, ഞാൻ എന്ത് ചെയ്താലും അറിയാണ്ട് പെട്ടെന്ന് ജാക്സൺ ആവുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതെപ്പോഴും ഇതിന്റെ കൊറിയോഗ്രാഫി, സോറി ഞാൻ പറയാൻ പറ്റും, ശ്രീത് മാസ്റ്റർ ആണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. അപ്പോൾ ശ്രീത് മാസ്റ്റർ എപ്പോഴും പറയായിരുന്നു, സിബി സൂര്യ എന്നുള്ള ക്യാരക്ടറിന് എല്ലാ സ്റ്റൈലും വഴങ്ങണം. സോ നീ ജാക്സൺ മാത്രം ചെയ്യേണ്ട, അത് ബ്രേക്ക് ഡാൻസ് അതൊരു സ്റ്റൈലാണ്. അപ്പോൾ ഈ 3 മാസം ഞങ്ങൾക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര നാളും ചെയ്തത് ജാക്സൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അറിയാണ്ട് ആ ഒരു സ്റ്റൈലിലേക്ക് വരും, പെട്ടെന്നാവും. അപ്പോൾ പെട്ടെന്ന് നമ്മളത് മാസ്റ്റർ കാണുക അത് മാറ്റണം കുറച്ച്, അങ്ങനെ പറഞ്ഞാണ് അത് മാറ്റി എനിക്ക് പെട്ടെന്ന് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പം എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നു, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ നിർത്തി വെച്ചിട്ട് പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെയും ആ ഒരു ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ മൂൺ വാക്ക് എന്നുള്ള ടീം മൊത്തത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമുണ്ട്. വേടൻ ഈ സിനിമ കണ്ട് 2 വാക്ക് എഴുതണം എന്നുള്ളത്. വേടനായിട്ട് കണക്ട് ആവുന്നു ഇത് എന്നുള്ളത് അത് വല്ലാത്തൊരു പ്ലേസ്മെന്റ്. കാരണം 3 വർഷം മുമ്പ് ചെയ്തു വെക്കുന്ന ഒരു പടം വേടനുമായി കണക്ട് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അതിന് ശ്രമങ്ങൾ ഇപ്പൊ എവിടെ വരെ എത്തി? അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ആള് ഒരു ദിവസം കണ്ട് അതിനെ പ്രതികരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ആള് ഒരു ദിവസം കണ്ട് അതിന് റിപ്ലൈ ചെയ്യും എന്ന് തന്നെയാണ്. ഇപ്പോഴും ആയിട്ടില്ല. അത് കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. ഈ മൈക്കിൾ ജാക്സൺ മൂവ്മെന്റ്സിലെ ഏറ്റവും ടഫായിട്ട് പഠിച്ചെടുത്ത മൂവ്മെന്റ് ഏതാ? ഏറ്റവും ടഫായിട്ട് മൈക്കിൾ ജാക്സൺ ശരിക്കും പറഞ്ഞാൽ മൂൺ വാക്ക് തന്നെയാണ്. ആ ഒരു ഒഴുക്ക് ഒരിക്കലും നമുക്ക് മൂൺ വാക്ക് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒഴുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം ചെയ്യണത്.
അത് ഒഴുക്ക് കിട്ടാന്ന് പറയുന്നത് അത് ഭാഗ്യം കൊണ്ടേ നമുക്ക് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ഇറങ്ങിത്തിരിക്കണം, എന്നാൽ മാത്രമേ ആ ഒഴുക്ക് കിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും മൂന്നൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും. അതിന് സ്പെസിഫിക് ഷൂ വേണമെന്നോ അങ്ങനൊന്നും ഇല്ല. ഇല്ല, അതിപ്പോ ഏതിട്ടാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ തറ എല്ലാം കൂടി മാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക്, പക്ഷെ എന്നാൽ പോലും അതിന്റെ ടെക്നിക്ക് അറിയാണ്ട് ഒരിക്കലും നമുക്ക് അതൊരിക്കലും ആ ഒരു ഒഴുക്കുണ്ടാക്കാൻ പറ്റില്ല. ഇത് കണ്ടുപിടിക്കുമായിരുന്നു. കണ്ടുപിടിക്കായിരുന്നു. അതിന് എന്ന് വെച്ചാൽ ഞാൻ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഐഡോൾ തന്നെയാണ്. ഞാൻ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മുഖമാണ് അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ളൊരു ചിന്തയാണ് സത്യം എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ആ ഒരു ആളിലേക്ക് അടുപ്പിച്ചത് തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ത്രില്ലറാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആളുടെ. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു സ്ട്രൈക്കായിരുന്നു. ഇത് ഞാൻ തന്നെയല്ലേ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ആരാധന തോന്നിയ ആളോട് അപ്പോൾ തന്നെ. പിന്നീടാണ് പല ഷോസ് കാണുന്നത്, ആൾക്കാർ ഫെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാർ പിറകെ നടന്ന് ഓടി വന്നിട്ട് കരയുക. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സ്റ്റാർ ആവാൻ ശ്രമിക്കുക. അത് ആദ്യമാണ് സംഭവിച്ചത്. അങ്ങനെയാണ്. സ്റ്റാറിൻ്റെക്കാളും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളിൽ നിന്ന് പഠിക്കാൻ പറ്റും. പാട്ടിൻ്റെ കാര്യത്തിലായാലും ഡാൻസിൻ്റെ കാര്യത്തിലായാലും പുള്ളി കിങ്ങാണ്. കിങ്ങാണ് അങ്ങനെ. കാരണം ആളിൽ നിന്നാണ് പല കാര്യങ്ങളും. ഇപ്പൊ ഈ റഹ്മാൻ, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ റഹ്മാൻ, ആളൊക്കെ ഭയങ്കര ഫാനാണ് അങ്ങനെ. അപ്പൊ അവരൊക്കെ ആയാലും ഇത്രയും ആരാധിക്കണമെങ്കിൽ ആളൊരു കിങ് ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഡാൻസർ അല്ല, ആളൊരു ഭയങ്കരമായിട്ട് എന്താ പറയാ, ക്രിയേറ്റീവില് ഭയങ്കര ഒരു കിങ് ആണ്. ആന്റി ഗ്രാവിറ്റി മൂവ്മെന്റ് ഇല്ലേ, അത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. പ്രാക്ടീസ് അല്ല, അത് ശരിക്കും പറഞ്ഞ ഒരു ഷൂ വേണം, അതിന് ടെക്നിക്ക് വേണം, അത് വേണം. അത് പിന്നെന്ന് പറഞ്ഞാൽ അതിനൊരു കുറച്ച് പ്രാക്ടീസും കൂടി വേണം, അത്രേ ഉള്ളൂ. പക്ഷെ അതെനിക്കിതൊരു ഇപ്പൊ അതിന് കിടക്കുന്ന 25,000 രൂപ ഇതിൽ കിടക്കുന്നത് ആമസോണിലെ കണ്ടിട്ട് ഞാൻ കണ്ടു. അത് നമ്മളെ കൊണ്ട് അഫോർഡബിൾ അല്ല. മൈക്കിൾ ജാക്സന്റെ ഷൂ ഉണ്ട് നമുക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമില്ലേ, നമുക്കത് വേണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഞാൻ EMI വെച്ച് എങ്ങനെയും ഈ പ്രാവശ്യമൊക്കെ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ നടക്കും എന്തായാലും. ഞാനത് വെച്ചൊരു ഷോ ചെയ്യുന്നുള്ളത് എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്ന കാര്യമാണ്. കാരണം 25,000 രൂപയല്ലേ, അതെങ്ങനെയും ഉണ്ടാക്കണത്. ഈ ക്യാപ്പ് വെച്ചിട്ടൊരു മൂവ്മെന്റ് ഇല്ലേ, ഹാറ്റ് വെച്ചിട്ട്, ഹാറ്റ് ആയാലും അത് എളുപ്പത്തിൽ നടക്കുമായിരുന്നു. ഇല്ല, ഹാറ്റ് ആയാലും എനിക്ക് ഒറിജിനൽ കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഹാറ്റൊക്കെ ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ പിടിച്ചാൽ പോലും അത്രയും കറക്റ്റ് ആയിട്ട് വരില്ല. ആൾക്കൊരു കറക്റ്റ് ഒരു ഹാറ്റ് ഉണ്ട്, അതൊക്കെ പുറത്തുനിന്നേ കിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലത്. ഇപ്പോഴാണ് അത് അവൈലബിൾ ആയിട്ട് വരുന്നത്, ആമസോണും ഇതൊക്കെ ഇപ്പോഴല്ലേ. കൊറോണയ്ക്ക് ശേഷം എല്ലാ ആൾക്കാർക്കും അറിയുന്നത്. അതിന് മുമ്പൊന്നും ആർക്കും അറിയില്ല എവിടെയാണ് സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്നൊന്നും ഒരാൾക്കും അറിയില്ല. ഇപ്പോഴല്ലേ എല്ലാവരും ആമസോൺ, യൂട്യൂബ് ഇതൊക്കെ അറിഞ്ഞത് ഇപ്പോഴാണ്. അതൊക്കെ അതിന് മുമ്പൊന്നും 2011-12 കാലഘട്ടം ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഏതാന്ന് ചോദിക്കുള്ളൂ ആൾക്കാർ. അതുപോലെയായിരുന്നു അന്നത്തെ ആൾക്കാരുടെ അറിവ്. അതായിരുന്നു ആൾക്കാർ എത്ര എന്താ പറയാ, പബ്ലിസിറ്റി വെച്ചാൽ പോപ്പുലർ അല്ല യൂട്യൂബ് വന്ന ആ സമയങ്ങളിലൊക്കെ. ഞാനൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബ് അടിച്ച് എന്താ വെച്ചാൽ നമ്മള് ഇതില്ലല്ലോ, മൊബൈലുകളൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കഫേയിലൊക്കെ പോയിട്ടാണ് നമ്മളിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ പിന്നീടാണ് CD ഇറങ്ങിയത്. CD ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾക്കൊക്കെ DVD ഒക്കെ മേടിച്ച് അല്ലെങ്കിൽ DVD വാടകയ്ക്ക് എടുത്തിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്, ഇട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഇങ്ങനെ റിവൈൻഡ് അടിക്കും. ആ CD പിന്നെ നശിച്ചു പോകുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ റിവൈൻഡ് അടിക്കും, പിന്നെ കാണും, റിവൈൻഡ് അടിക്കും. ഇത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. ഈ നെക്ക് മൂവ്മെന്റ് ഇല്ലേ, ഈ കൈ രണ്ടും ഇങ്ങോട്ട് വെച്ചിട്ട് കഴുത്ത് വെച്ചിട്ട്, അത് എളുപ്പമായിരുന്നോ? ഒയ്യോ, ഒരിക്കലും ഇല്ല. അതൊക്കെ എങ്ങനെയോ തനിയെ സംഭവിച്ചതാണ്. അതൊക്കെ ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ ഒരാളാവാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതല്ലേ, അതാ ആളുടെ ഒരു ഇതാണ്. അത് പുള്ളി ആളിപ്പോ എന്ത് ചെയ്യുന്ന പോലെ അറിയാണ്ട് ആ ഒരു സംഭവം വരും ആൾക്ക്. ആൾക്ക് ആ കയ്യടിയും അതൊക്കെ പുള്ളി ഒരു അറിയാണ്ട് വരുന്നതാണ്. ആള് എപ്പോഴും ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാണ്ട് വരുന്നതാണ്. ആ ഒരു സംഭവം വരും അറിയാണ്ട്. ഈ അതിനു വേണ്ടിട്ട് ഇപ്പൊ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ ജീൻസും അല്ലെങ്കിൽ പാൻസ് ഒക്കെ അങ്ങനെ ഡിസൈൻ ചെയ്യും? പാൻസ് ഉണ്ട്. പാൻസ് കറക്റ്റ് ആയിട്ട് വേണം. കാരണം ഒട്ടി ഇരുന്നിട്ട് ഇവിടം വരെ ഇത്ര ആംഗിൾ, ഈ ഒരു ഇത് വരെ, അത്രേ ഉള്ളൂ മാക്സിമം. അതൊക്കെ ഞാനൊക്കെ ഒരു പാന്റ് മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് തയ്ച്ചിട്ടാണ് അതൊക്കെ ചെയ്യണേ. പിന്നെ കയ്യൂറൊക്കെ എന്റെ കൂട്ടുകാരന്മാരുണ്ടാക്കി തന്നെ, ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കയ്യൂറൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ചെയ്ത് തന്നേക്കണേ. അതിലിവിടെ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ ഒരു ഒറിജിനൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി അത് നോക്കി നിന്നിട്ട് മറ്റേ ഹോക്കിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഏതൊരു ഗ്ലൗസ് ആണ് ഞാൻ എറണാകുളത്ത് മേടിച്ചത്. അപ്പൊ എന്നിട്ട് അതില് കുറെ മറ്റേ ഡാൻസിനൊക്കെ യൂസ് ചെയ്യണ മറ്റേ കളറിന്റെ ഇതില്ലേ, അതൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കിയിരിക്കണേ. അപ്പൊ അതൊക്കെ എന്റെ കൂട്ടുകാരന്മാരാ ചെയ്തു തന്നെ. അതൊക്കെ മറ്റ് സിനിമ കണ്ടിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ സംവിധായകർ അവരാരെങ്കിലും വിളിച്ച് അഭിപ്രായം പറയാൻ എന്തെങ്കിലും കേട്ടിരുന്നോ?
ഇല്ല, അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർ സാറിനോട് അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. വിനോദ് സാറിന്റെ അടുത്ത് എന്തായാലും എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, വിനോദ് സാറിന്റെ അടുത്ത് എന്തായാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ കൂടെ ഇരിക്കുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് അടിപൊളി അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. ആളുകൾ നേരിട്ട് കണ്ടിട്ട് തിരിച്ചറിഞ്ഞു തുടങ്ങിയ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. എല്ലാവരും വന്ന് കാണുമ്പോൾ തന്നെ സൂര്യ നല്ലതാണെന്ന് പറയും. അതൊരു വല്ലാത്തൊരു സന്തോഷം. അത് എൻ്റെ ക്യാരക്ടർ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സക്സസിന് വേണ്ടിട്ട് സുരയുടെ ബേസ് ചെയ്തിട്ട് അവർ ട്രെയിലർ ഇറക്കുന്ന അവര് അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വരുന്നല്ലേ? അയ്യോ, അത് സത്യത്തിൽ ഞാൻ ആ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഡൗൺ ആവണമെന്നാണ്. ബാക്കി എല്ലാവരും പ്രൊഫഷണൽ ആണല്ലോ. സോ എൻ്റെ ചിന്ത മുഴുവൻ അങ്ങനെ ആയിരിക്കില്ല എപ്പോഴും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ലെവലിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് ലാസ്റ്റ് എൻ്റെ ചെറിയൊരു ആൾക്കാർക്ക് തരക്കേടില്ലാണ്ട് മുഷിപ്പില്ലാണ്ട് പോകണം ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് എല്ലാവരും എന്നിലേക്ക് ഫോക്കസ് ആവണം എനിക്ക് വലിയ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ആ സമയത്ത് തോന്നും. കാരണം ടെൻഷൻ്റെ ലോകത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിലൊക്കെ. കാരണം എൻ്റെ കൂടെയുള്ളവരൊക്കെ പ്രൊഫഷണലാണ്, പിന്നെ ഇതൊരു വലിയൊരു സിനിമയാണ്. നമുക്ക് എന്താ പേടിച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. പല കാര്യങ്ങളും പേടിച്ച് തന്നെയാണ്. കാരണം ഇതെന്താവും, ഇതിൻ്റെ റിസൾട്ട് ആവും എന്നുള്ളതൊക്കെ പേടിയായിരുന്നു. ഞാൻ പിറകോട്ട് പോകും, ഞാൻ കാരണം ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ ഒരു പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ നിറച്ചു. പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോഴും പാട്ടുണ്ടോ? പിന്നെ പാട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ പ്രോഗ്രാമുകൾ ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞ പ്രോഗ്രാം കൊറോണയ്ക്ക് ശേഷം എല്ലാ കലാകാരന്മാരുടെയും ജീവനം നിർന്നു. സത്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ആകെ ഉള്ളത് കുറച്ച് ബാൻഡ് ഷോസും പിന്നെ ഈ റാപ്പേഴ്സിന്റെ പെർഫോമേഴ്സും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇപ്പോ അമ്പലമുറ്റായാലും പള്ളിയിലായാലും അമ്പലത്തിലായാലും ആരും ഉത്സവത്തിലായാലും ഒന്നും വെക്കുന്നില്ല. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം. കാരണം കുറേ കലാകാരന്മാർ ഇതുകൊണ്ട് ജീവിച്ചിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അത് ഇല്ല, എല്ലാവരും ജോലിക്ക് ഇറങ്ങി. ഇപ്പൊ ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങിയത് ഇപ്പോഴാണ്. അതൊരു വേദനയുള്ള കാര്യമാണ് നമുക്ക്. പിന്നെ ഈ മാറ്റത്തിനെ കുറിച്ച് നമുക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ലെന്നോ പറയാൻ പറ്റില്ല. അതൊരു മാറ്റമാണ്. ആ മാറ്റത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് വഴി. ജീവിക്കാൻ പറ്റുന്ന അത് പറ്റുള്ളൂ. പാട്ട് പാടോ? പിന്നെ വിഴിമൂടിയോ സിത്താലങ്കയും അന്തായ് മുന്നേ മുന്നേ തനിയാകെ പേസിടും സന്തോഷം തന്തായ് പെണ്ണേ പെണ്ണേ അടിയതു പോൽ മഴക്കാലം എൻ வாழ்வில் வருமா மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே விழி வழியே விழி வழியே நான் என்னை கண்டேனே சென்றேனே. ഒരു മുഴുവൻ പാക്കേജാണ് സുരയും സിബിയും. സുര എന്തായാലും ആളുകളിലേക്ക് ഇനി എത്തേണ്ടതുണ്ട്, ഇനി ആളുകൾ സിനിമ കാണേണ്ടതുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇതൊരു ആരും ഡാൻസിന്റെ മൂവി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്, അല്ലെങ്കിൽ ഒരു പുതുമുകളാന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും തടയരുത്. എല്ലാവരും വന്ന് സിനിമ കാണണം. കാരണം നിങ്ങളുടെ വിജയം നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ ഇതൊരു വിജയമാവുള്ളൂ. അല്ലാണ്ട് ഒരു സിനിമ ഭയങ്കരമായിട്ട് വിജയിക്കില്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ്. ഓഡിയൻസ് എല്ലാവരും വന്ന് ഞങ്ങളുടെ സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സിനിമാ ജീവിതം എന്തായാലും മുന്നോട്ട് പോകട്ടെ. മൈക്കിൾ ജാക്സനെയും പ്രഭുദേവയൊക്കെ ലോകം സ്വീകരിച്ചതുപോലെ ഒരു ദിവസം സിബിയും സ്വീകരിക്കും. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു.